ഗൈസ് ഇങ്ങനെ കോഴിക്കോട്ടേക്ക് പോകുന്ന വഴി കേട്ടോ പോയിക്കൊണ്ട് നിൽക്കുമോ. ഹെഡ്സെറ്റ് എടുക്കാൻ പറഞ്ഞ് ഇപ്പോൾ ഉടുപ്പ് എടുത്തിട്ടുള്ളൂ. ബാഗൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ബാഗ് കിട്ടിയ അമ്മേൻ്റെ അടുത്ത് ചോദിച്ചു മേടിച്ച ടൂറിസ്റ്റ് ബാഗ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതടുത്ത് തന്നെ നടക്കുന്നത്. എൻ്റെ അമ്മ ഇത്ര ഒരു കൊല്ലാനായി ഇങ്ങനെ നടക്കാൻ തുടങ്ങി കോഴിക്കോടേക്ക്, വയനാട് ടു കോഴിക്കോട്. ഒരു രക്ഷയില്ല. നിങ്ങൾ ആരും കണ്ടിങ്ങനെ ഹോസ്പിറ്റൽ ലൈഫിൻ്റെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുന്നത് അടുപ്പിച്ച്. പിന്നെ നിങ്ങൾക്കൊരു പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ അവിടെയൊക്കെ ചെറിയ മുഴകളൊക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങൾ കാര്യമാക്കി എടുക്കണം കേട്ടോ. പക്ഷെ ഇപ്പോൾ വേനൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ എനിക്ക് കഴുത്തിനൊരു ചെറിയ മുഴ വന്നു, ആ കാര്യമാക്കില്ല. പിന്നെ കുഴപ്പമൊന്നുമില്ല, സർജറി ചെയ്യണമെന്ന് പറഞ്ഞ കാര്യമൊക്കെ വെച്ചുകൊണ്ട് കുറേ കഴിഞ്ഞപ്പോഴാണ് കാണിച്ചത്. അപ്പം അങ്ങനെയൊക്കെ എന്തുണ്ടെങ്കിൽ പെട്ടെന്ന് ആമേ അപ്പോൾ പറഞ്ഞിട്ടില്ല, ശരീരത്തിൻ്റെ എവിടെയെങ്കിലും ചെറിയ മുഴവലുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യമാക്കി എടുക്കണം. നിങ്ങൾ കോമ്പഡേക്ക് എടുക്കരുത്. ലാസ്റ്റ് ഭയങ്കര ഇഷ്ടം എന്നെ പോലെ ഇപ്പോൾ കോഴിക്കോട് പോയി കളിക്കുന്നത്. അത് ഞാൻ ഓർമ്മിപ്പിക്കും കേട്ടോ. എവിടെയൊക്കെയോ പൊറോട്ട ഇത്രയും കഴിച്ചു. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പൈസ എടുത്ത് വാങ്ങി ഇതാണല്ലേ ഉറപ്പാണെന്ന് പറഞ്ഞു. ഇപ്പോൾ അതുകൊണ്ട് ചായ മേടിച്ച് കഴിക്കാൻ തോന്നുന്നില്ല. പക്ഷെ പൈസ കൊടുത്തുകൊണ്ട് ഇത്രയും കഴിച്ചു. നമുക്ക് മീനൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പൊറോട്ട ഇല്ല, എന്താ പറയുക, നമുക്ക് ഛർദിക്ക് വന്നിട്ടാണെങ്കിൽ കഴിക്കാനൊന്നും തോന്നുന്നില്ല. എന്താ പറയുക, മീൻ കറിയും എന്താ കൊള്ളത്തില്ല. പൊറോട്ട നല്ല ചൂടുണ്ട്, പക്ഷെ എന്താ ടേസ്റ്റ് കിട്ടുന്നില്ല. അതിൻ്റെ കുഴപ്പമാണോ അതിൽ ഇവരുണ്ടാക്കിയ കുഴപ്പം അറിയത്തില്ല. അതിൽ പൈസ കൊടുത്ത് പോയില്ലേ കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും കഴിച്ചാൽ പറ്റുമോ. എന്തോ ഒരു ഫ്ലേവർ പോലെ പ്രത്യേകം. ചോദിക്കണോ വേണ്ട ചോദിക്കും. മീനാണ് തീരെ കഴിക്കാനേ പറ്റത്തില്ല, കൊള്ളത്തില്ല. ഗൈസ് ഇപ്പോൾ കോഴിക്കോട് എത്തിയിട്ടാണ്. കോഴിക്കോട് എത്തിയപ്പോൾ നല്ലപോലെ വിശപ്പുണ്ട്. വീട്ടിലൊന്നും രാവിലെ കഴിച്ച് കയറാറുള്ളൂ. 2 മണിക്കാണ് ബസ് കയറിയത്. ഛർദ്ദിക്കാൻ വന്നിട്ട് എങ്ങനെ പിടിച്ചത് എനിക്കറിയത്തുള്ളൂ. ഹോട്ടലിൽ കയറി നേരെ ഒരു പൊറോട്ടയും മീൻകറി ഓർഡർ ചെയ്തു. 100 എടുത്താന്ന് തോന്നുന്നു പൊറോട്ടയും. കുറേ 10 മിനിറ്റ് വന്നിട്ട് നല്ലപോലെ വിശപ്പുണ്ട്. ഛർദ്ദിക്കാൻ വന്നിട്ടാണ് ഞാൻ ഇവിടെ മെഡിക്കൽ കോളേജ് ഇറങ്ങാൻ നിന്നതിന് ഇവിടെ ഇറങ്ങിയ ടിക്കറ്റ് എടുത്തത് മെഡിക്കൽ കോളേജിലേക്ക്. എന്നിട്ട് ഇവിടെ കൊടുവള്ളി ഇറങ്ങിയ കൊടുവള്ളി കുന്നമംഗലം. അവിടെ നിന്ന് പിന്നെ വേറെ ബസ് കയറിയ ഛർദ്ദിക്കാൻ വന്നിട്ട് ഇത് വന്നിട്ടില്ല കേട്ടോ. നല്ല ചൂട് പൊറോട്ട ഉണ്ടായിരുന്നു. നല്ല ചൂട് പൊറോട്ട അധികം മീൻകറി ഉണ്ടാവും. ഒരു കഴിച്ചിട്ട് വരാവേ ഗൈസ്.